4 semester BSc degree examination April 2023 സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കോംപ്ലിമെൻ്ററി പേപ്പറായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോളിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മളതിലെ പാർട്ട് ബി ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്റ്റെയിൻ ദ MLE ഓഫ് ദ പാരാമീറ്റർ തീറ്റ യൂസിങ് റാൻഡം സാമ്പിൾ x1, x2, etc. xn ടേക്കൺ ഫ്രം ദ നോർമൽ പോപ്പുലേഷൻ n തീറ്റ സിഗ്മ സ്ക്വയർ. അപ്പം നമ്മളെ കയ്യിൽ ഒരു നോർമൽ പോപ്പുലേഷനാണുള്ളത്. അതിൻ്റെ പാരാമീറ്റർ നമ്മൾ സാധാരണ n മ്യൂ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇവിടെ തീറ്റയാണ്, n തീറ്റ സിഗ്മ സ്ക്വയർ ആണ്. അതിൽ തീറ്റ എന്ന് പറയുന്ന പാരാമീറ്ററിൻ്റെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കറിയാം നമ്മളെ പോപ്പുലേഷൻ ഒരു നോർമൽ പോപ്പുലേഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് അറിയാം. അപ്പോൾ എക്സ് എന്ന് പറയുന്ന നമ്മുടെ പോപ്പുലേഷനിലെ റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ തീറ്റ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ PDF നമുക്ക് എഴുതാം. അപ്പോൾ എഫ് എക്സ് തീറ്റ സിഗ്മ സ്ക്വയർ നമ്മൾ പാരാമീറ്റേഴ്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇവിടെ PDF എഴുതുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 സിഗ്മ റൂട്ട് ഓഫ് 2π e റേസ് ടു മൈനസ് ഓഫ് എക്സ് മൈനസ് തീറ്റ എന്നുള്ള മ്യൂ എന്നുള്ളവിടെ തീറ്റ എക്സ് മൈനസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സിഗ്മ സ്ക്വയർ. ഇതാണ് നമ്മളുടെ PDF വരുന്നത്. മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പോൾ ഇങ്ങനെ PDF ഉള്ള ഒരു പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മളൊരു റാൻഡം സാമ്പിൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റാൻഡം സാമ്പിൾ ഏതാണ്? x1, x2, etc. xn എന്ന് പറയുന്നത് ഇറ്റ്സ് എ റാൻഡം സാമ്പിൾ ഫ്രം അവർ പോപ്പുലേഷൻ n തീറ്റ കോമ സിഗ്മ സ്ക്വയർ. അപ്പോൾ പോപ്പുലേഷൻ n തീറ്റ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്ന പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്ന് ഒരു റാൻഡം സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആ റാൻഡം സാമ്പിളിലുള്ള ഓരോ ഒബ്സർവേഷൻസും x1, x2, etc. xn ഓരോന്നും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതേ പാരൻറ്റ് പോപ്പുലേഷൻ്റെ അതേ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് പറയാം x1 will follow a normal distribution with parameters theta, sigma square. അതുമാതിരി x2 will follow a normal distribution with parameter theta, sigma square. അങ്ങനെ xn. അപ്പോൾ എല്ലാ റാൻഡം വേരിയബിൾസും ഫോളോ ചെയ്യുന്നത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് വിത്ത് പാരാമീറ്റർ തീറ്റ സിഗ്മ സ്ക്വയർ. അങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ട് ഈസ് എഫ് x1 തീറ്റ സിഗ്മ സ്ക്വയർ എല്ലാവരുടെയും ഡിസ്ട്രിബ്യൂഷൻ എന്തുതന്നെയാണ്? നോർമൽ തന്നെയാണ്. അപ്പോൾ 1 സിഗ്മ റൂട്ട് ഓഫ് 2π e റേസ് ടു മൈനസ് x1 മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ ആയിരിക്കും. അതേമാതിരി x2ൻ്റെ PDF എഫ് x2 തീറ്റ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാലും എന്താ വരിക? 1 സിഗ്മ റൂട്ട് ഓഫ് 2π e റേസ് ടു മൈനസ് ഇവിടെ x2 എന്ന് വരുന്നുള്ളൂ. x2 മൈനസ് മ്യൂ അല്ല, തീറ്റയാണ്. തീറ്റ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. അങ്ങനെ എല്ലാ റാൻഡം വേരിയബിൾസും ഇതേ പാറ്റേണിലുള്ള PDF തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവരുടെ ലൈക്ലിഹുഡ് ഫംഗ്ഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഓഫ് ദി സാമ്പിൾ ആണ് കാണുന്നത്. അത് ഞാൻ L കൊണ്ട് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ദെയർ PDFs ആണ്. അതായത് എഫ് ഓഫ് x1 തീറ്റ സിഗ്മ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് x2 തീറ്റ സിഗ്മ സ്ക്വയർ എക്സെട്ര എഫ് ഓഫ് xn തീറ്റ സിഗ്മ സ്ക്വയർ. ഇതിൻ്റെ PDFകളുടെ പ്രോഡക്റ്റാണ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. ദറ്റ് ഈസ് ഈക്വൽ ടു 1 സിഗ്മ റൂട്ട് ഓഫ് 2π e റേസ് ടു മൈനസ് ആദ്യത്തത് x1 മൈനസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. അടുത്തത് എഫ് x2 ആകുമ്പം 1 സിഗ്മ റൂട്ട് ഓഫ് 2π e റേസ് ടു മൈനസ് x2 മൈനസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. അങ്ങനെ ലാസ്റ്റ് എഫ് xn വരുമ്പം 1 സിഗ്മ റൂട്ട് ഓഫ് 2π e റേസ് ടു മൈനസ് xn മൈനസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവരുടെ പ്രോഡക്റ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ പ്രോഡക്റ്റ് കാണുമ്പം ഇവിടെ എല്ലാ ടേമുകളിലും ഈ n ടേമുകളുടെ പ്രോഡക്റ്റാണുള്ളത്. അതിലെല്ലാ ടേമിലും
1/σ√2π എന്ന് പറഞ്ഞിട്ടുള്ള സെയിം ആയിട്ടുള്ള ടേമിനെ നമ്മൾ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1/σ√2π ഹോൾ റേസ് ടു n എന്ന് പറയും അല്ലേ. പിന്നെ നമുക്ക് അടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇയുടെ ടേമുകളാണ്. അപ്പോൾ എല്ലാത്തിലും ബേസ് എന്ന് പറയുന്നത് ഇ ആണ്, പവറിൽ വരുന്ന ടേമുകളാണ് വ്യത്യാസം വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കതിനെങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇ റേസ് ടു മൈനസ് ഓഫ് x1 മൈനസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ബൈ 2σ² ഉണ്ട്, പ്ലസ് മൈനസ് ഓഫ് x2 മൈനസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ബൈ 2σ² ഉണ്ട്. അങ്ങനെയുള്ള ടേമുകളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പവറുകളെ ആഡ് ചെയ്യാണ്. അപ്പോൾ ഹോൾ സ്ക്വയർ ഇ റേസ് ടു മൈനസ് x1 മൈനസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ബൈ 2σ² പ്ലസ് മൈനസ് ഓഫ് x2 മൈനസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ബൈ 2σ². ഇനി അങ്ങനെ x3യുടെ x4ൻ്റെ അങ്ങനെ ടേംസ് വരും. ഇപ്പോൾ ലാസ്റ്റ് ടേം മൈനസ് ഓഫ് xn മൈനസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ബൈ 2σ². ഇങ്ങനെയാണ് നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ വരുന്നത്. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1/σ√2π ഹോൾ റേസ് ടു n ഇൻറ്റു ഇ റേസ് ടു, ഇവിടെ പവേഴ്സിനെല്ലാം നമ്മൾ ഒന്നായിട്ട് നമുക്ക് സിഗ്മ വെച്ചിട്ട് എഴുതാം, മൈനസ് സമ്മേഷൻ i is equal to 1 to n അല്ലേ, xi മൈനസ് തീറ്റ ദ ഹോൾ സ്ക്വയർ. ഈ സമ്മേഷൻ നമുക്ക് അങ്ങനെ എഴുതാം, ഡിവൈഡഡ് ബൈ 2σ². ഈ രൂപത്തിൽ നമ്മളെ ലൈക്ലിഹുഡ് ഫംഗ്ഷന് നമ്മൾ എഴുതി. അപ്പോൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ L is equal to നമുക്കിപ്പോൾ കിട്ടിയത് നമ്മളൊന്നും കൂടി ഇവിടെ എഴുതുകയാണ്, 1/σ√2π ഹോൾ റേസ് ടു n വന്നിട്ടുണ്ട് അല്ലേ. പിന്നെ ഇ റേസ് ടു മൈനസ് സമ്മേഷൻ i is equal to 1 to n xi മൈനസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2σ². ഇതാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇതാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന ടേം അല്ലേ. അപ്പോൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കിട്ടി. അപ്പോൾ MLE കാണണമെങ്കിൽ നമ്മൾ ലോഗല് കണ്ടിട്ടാണ് ഇവരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ലോഗല് കാണുകയാണ്. അപ്പോൾ ലോഗരിതം ഓഫ് L കാണുക എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നത് ലോഗരിതം ഓഫ് ഈ ഹോൾ ടേം അല്ലേ. അപ്പോൾ ലോഗരിതം ഓഫ് ഈ ഹോൾ ടേം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. ദിസ് ഈസ് ലോഗരിതം ഓഫ് 1/σ√2π ഹോൾ റേസ് ടു n പ്ലസ് ലോഗല്ല, അപ്പോൾ ഇൻറ്റു ആകുമ്പം പ്ലസ് ആക്കിയിട്ട് എഴുതാം. അപ്പോൾ ലോഗ് എങ്ങനെ എഴുതാം? ഇ റേസ് ടു മൈനസ് സമ്മേഷൻ xi മൈനസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2σ². ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു, ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അതിന് വലിയ മാറ്റമൊന്നും വരുത്തണ്ട. നമ്മൾ ലോഗ് ഇതേപോലെ തന്നെ എഴുതണം, 1/σ√2π ഹോൾ റേസ് ടു n പ്ലസ് ഇവിടെ നമ്മൾ ലോഗരിതം ടു ദ ബേസ് ഇ ആണ് എടുക്കുന്നത്. അപ്പം ഈ പവറിന് ആദ്യം നമ്മൾ താഴേക്ക് കൊണ്ടുവരുന്നു, മൈനസ് സമ്മേഷൻ നമ്മൾ i is equal to 1 to n ഉണ്ട്, i is equal to 1 to n പവറിനെ താഴേക്ക് ഇറക്കി xi മൈനസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2σ² ഇൻറ്റു ഇവിടെ വരുന്നത് ലോഗ് ഇ ടു ദ ബേസ് ഇ എന്നാണ് വരുന്നത്. ബാക്കി അല്ലേ, ലോഗ് ഇ ആണ് വരുന്നത്, നമ്മൾ ബേസ് ഇ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ലോഗ് ഇ ടു ദ ബേസ് ഇ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 1 ആണ്. ദിസ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ലോഗ് എൽ എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? ലോഗ് എൽ ഇസ് ആക്ച്വലി ലോഗരിതം ഓഫ് 1/σ√2π ഹോൾ റേസ് ടു n പ്ലസ് സമ്മേഷൻ i is equal to 1 to n xi മൈനസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ബൈ 2σ² എന്നേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ MLE കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി കാണേണ്ടത് ഡോ ലോഗൽ ബൈ ഡോ തീറ്റയാണ്. അതായത് നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ദ പാരാമീറ്റർ അതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ടേമിൽ തീറ്റ ഇല്ലാത്ത ടേമാണ്. സോ അതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ദ വാല്യൂ വിൽ ബി 0. ഇനി അടുത്ത ടേം തീറ്റ ഉള്ള ടേമാണ്. അപ്പോൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 1/2σ² ഇസ് എ കോൺസ്റ്റൻ്റ് ആയിട്ട് വയ്ക്കുന്നു. പിന്നെ നമ്മൾ സമ്മേഷൻ i is equal to 1 to n xi മൈനസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു സമ്മേഷൻ i is equal to 1 to n xi
മൈനസ് തീറ്റ എന്ന് എഴുതി, പവറിനെ ഇറക്കി കൊണ്ടുവന്നു, ഇൻറ്റു മൈനസ് തീറ്റയാണുള്ളത്, അതിൻ്റെ സ്ഥാനത്ത് ഞാൻ -1 ഓർത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു, ഈ മൈനസും മൈനസും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ പ്ലസ് ആയി, ആൻഡ് ഈ 2ഉം ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, അതും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ I is equal to 1 to n xi minus theta divided by sigma square എന്നാണ് ഡോ ലോഗൽ ബൈ ഡോ തീറ്റ ചെയ്തപ്പോൾ കിട്ടിയത്. ഇനി നമുക്ക് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഡോ ലോഗൽ ബൈ ഡോ തീറ്റേനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. ദിസ് ഇസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ കൊടുക്കുകയാണ്. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടിയ ഡോ ലോഗൽ ബൈ ഡോ തീറ്റ എന്താണ്? സമ്മേഷൻ I is equal to 1 to n xi minus theta divided by sigma square, that is equal to 0 എന്നാണ് നമുക്ക് കിട്ടിയത്. വിച്ച് മീൻസ് ഈ സിഗ്മ സ്ക്വയറിന് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും? സമ്മേഷൻ I is equal to 1 to n xi minus theta is equal to 0. 0 ഇൻറ്റു സിഗ്മ സ്ക്വയർ വരും, അപ്പോൾ 0. നമുക്ക് സമ്മേഷൻ രണ്ട് ടേമിനും കൊടുക്കും അല്ലേ. അപ്പോൾ സമ്മേഷൻ I is equal to 1 to n xi മൈനസ് തീറ്റ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഐ ഒന്നും ഇല്ലാത്തൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പം സമ്മേഷൻ I is equal to 1 to n തീറ്റ എന്ന് കൊടുത്താൽ നമുക്കതിനെ n തീറ്റ എന്ന് വിളിക്കും അല്ലേ. n തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 0. ഓർ സമ്മേഷൻ I is equal to 1 to n xi is equal to n തീറ്റ എന്ന് പറയാം. ഓർ തീറ്റ is equal to സമ്മേഷൻ xi divided by n, or that is equal to x bar. അതായത് തീറ്റയുടെ MLE നമുക്ക് തീറ്റ ക്യാപ്പ് എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് എക്സ് ബാർ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത റാൻഡം സാമ്പിളിൻ്റെ മീൻ ആയിട്ടുള്ള എക്സ് ബാർ ആണ് തീറ്റയുടെ MLE ആയിട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ കോൺഫിഡൻസ് കോഎഫിഷ്യൻറ്റ്. Derive a 1 minus alpha into 100% confidence interval for the variance of a normal population n mu sigma square based on a random sample of size n when the population mean is known. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് കോൺഫിഡൻസ് കോഎഫിഷ്യൻ്റ് എന്ന് നോക്കാം. കോൺഫിഡൻസ് കോഎഫിഷ്യൻറ്റ് is the probability that a confidence interval will contain the true value of the parameter. അപ്പോൾ നമുക്കൊരു പോപ്പുലേഷൻ പാരാമീറ്റർ, ഇപ്പോൾ തീറ്റ എന്ന് പറയുന്ന പോപ്പുലേഷൻ പാരാമീറ്റർ അൺനോൺ ആണെങ്കിൽ നമ്മൾ സാമ്പിൾ എടുത്ത് രണ്ട് എസ്റ്റിമേറ്റേഴ്സ് T1 ആൻഡ് T2 എന്ന് പറയുന്ന രണ്ട് എസ്റ്റിമേറ്റേഴ്സ് നമ്മൾ കണ്ടുപിടിക്കും. ഇതിൽ നമ്മൾ പറയും T1, T2 ഇസ് ദ കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ തീറ്റ എന്ന് നമ്മൾ എപ്പോഴാണ് പറയുക? പ്രോബബിലിറ്റി ദാറ്റ് T1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു T2 ഇസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ. അതായത് ഇങ്ങനെ എഴുതിയാൽ നമുക്ക് കിട്ടുന്നത് 1 മൈനസ് ആൽഫ ഇൻറ്റു 100% കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ തീറ്റ, ദറ്റ് ഈസ് T1, T2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ വരുന്ന ഈ പ്രോബബിലിറ്റി, ഈ 1 മൈനസ് ആൽഫയാണ് നമ്മൾ കോൺഫിഡൻസ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 95% കോൺഫിഡൻസ് ഇൻ്റർവെലാണ് തീറ്റയുടെ T1, T2 എങ്കിൽ നമ്മൾ പറയും പ്രോബബിലിറ്റി ദാറ്റ് T1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു T2 ഇസ് ഈക്വൽ ടു 95/100, ദറ്റ് ഈസ് 0.95 എന്ന് നമ്മൾ പറഞ്ഞാൽ ഈ 0.95 എന്ന് പറയുന്നതാണ് അതിൻ്റെ കോൺഫിഡൻസ് കോഎഫിഷ്യൻറ്റ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. ഇവിടെ നമുക്ക് പോപ്പുലേഷൻ വേരിയൻസ് സിഗ്മ സ്ക്വയറിനുള്ള ഒരു 1 മൈനസ് ആൽഫ ഇൻറ്റു 100% കോൺഫിഡൻസ് ഇൻ്റർവെലാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ പ്രത്യേകിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് പോപ്പുലേഷൻ മീൻ ഈസ് നോൺ, അതായത് മ്യൂ നോൺ ആയിട്ടുള്ള കേസിലാണ് സിഗ്മ സ്ക്വയറിനുള്ള ഒരു കോൺഫിഡൻസ് ഇൻ്റർവെൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു റാൻഡം സാമ്പിൾ എടുക്കാൻ പോവാണ്. അപ്പോൾ ലെറ്റ് x1, x2, etc. xn be a random sample from normal population n mu sigma. n mu sigma എന്നോ n mu sigma square എന്നോ നമുക്ക് പറയും. അപ്പോൾ n mu sigma എന്ന് പറയുന്ന നോർമൽ പോപ്പുലേഷനിൽ നമ്മളൊരു റാൻഡം സാമ്പിൾ എടുത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ റാൻഡം സാമ്പിളിലുള്ള ഓരോ ഒബ്സർവേഷനുകളും n mu sigma തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് പാരൻറ്റ് പോപ്പുലേഷൻ്റെ അതേ ഡിസ്ട്രിബ്യൂഷനാണ് റാൻഡം സാമ്പിളിലുള്ള ഓരോ ഒബ്സർവേഷനുകളും ഫോളോ ചെയ്യും. അപ്പം x1 ഫോളോസ് n mu sigma, x2 ഫോളോസ് n mu sigma, etc. xn വിൽ ഫോളോ n mu sigma എന്ന് നമുക്ക് പറയാം. ഓർ ഇൻ ജനറൽ നമുക്ക് പറയാം xi വിൽ ഫോളോ n mu sigma വേർ
ഐ ഈസ് ഈക്വൽ ടു 1, 2, 3 എക്സെട്ര അപ് ടു n. ഇങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമുക്കൊരു നോർമൽ റാൻഡം വേരിയബിളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു നോർമൽ റാൻഡം വേരിയബിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് നോർമൽ നമുക്ക് എഴുതാം. അപ്പോൾ സെഡ് ഐ നമുക്ക് എഴുതാം. സെഡ് ഐ ഇസ് എക്സ് ഐ മൈനസ് മ്യൂ ബൈ സിഗ്മ. ദിസ് ഇസ് ദ സ്റ്റാൻഡേർഡൈസ്ഡ് റാൻഡം വേരിയബിൾ. അപ്പം ദിസ് വിൽ ഫോളോ എ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം Z1 വിൽ ഫോളോ N01, Z2 വിൽ ഫോളോ N01 എക്സെട്ര Zn വിൽ ഫോളോ N01 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് നോർമലിൻ്റെ സ്ക്വയറിനെ നമ്മൾ നോക്കുന്നു. സെഡ് ഐ സ്ക്വയർ ദാറ്റ് ഈസ് എക്സ് ഐ മൈനസ് മ്യൂ ബൈ സിഗ്മ ദ ഹോൾ സ്ക്വയറിനെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സ്ക്വയർ ഓഫ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളാണ്. ഇത് ഫോളോ ചെയ്യുന്നത് ഒരു കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനാണ് വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. അങ്ങനെ നമുക്ക് n റാൻഡം വേരിയബിൾസ് ഉണ്ട്. ഐ ഇസ് ഈക്വൽ ടു 1, 2, 3 എക്സെട്ര അപ് ടു n. അപ്പോൾ Z1 സ്ക്വയർ വിൽ ഫോളോ കൈ സ്ക്വയർ 1, Z2 സ്ക്വയർ വിൽ ഫോളോ കൈ സ്ക്വയർ 1 എക്സെട്ര Zn സ്ക്വയർ വിൽ ഫോളോ കൈ സ്ക്വയർ n. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അവരുടെ സമ്മിനെ നോക്കാം. Z1 സ്ക്വയർ പ്ലസ് Z2 സ്ക്വയർ എക്സെട്ര പ്ലസ് Zn സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവർ ഓരോരുത്തരും കൈ സ്ക്വയർ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ സമ്മ് ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. ദറ്റ് ഈസ് സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n സെഡ് ഐ സ്ക്വയർ അല്ലേ, വിച്ച് ഇസ് സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n എക്സ് ഐ മൈനസ് മ്യൂ ബൈ സിഗ്മ ദ ഹോൾ സ്ക്വയർ. ഇത് ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ഏതായിരിക്കും? കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിരിക്കും ബൈ എഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. ഇങ്ങനെ എഴുതാൻ കാരണം എഡിറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഓരോന്നും കൈ സ്ക്വയർ 1 ആണെങ്കിൽ എല്ലാം ഇൻഡിപെൻഡൻറ്റുമാണ്, കാരണം ഇവരൊക്കെ റാൻഡം സാമ്പിളിൻ്റെ ബേസിസിലുള്ളതാണ്. അപ്പോൾ അവരുടെ സം വിൽ ഫോളോ എ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രി ഓഫ് ഫ്രീഡം. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്മളിപ്പോൾ ഒരു കൈ സ്ക്വയർ റാൻഡം വേരിയബിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതാണ് കൈ സ്ക്വയർ റാൻഡം വേരിയബിൾ? സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n. ഞാനിവിടെ സ്ക്വയറിനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുകളിൽ ഞാൻ എക്സ് ഐ മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയർ എന്ന് എഴുതുന്നു. ഇത് ഫോളോ ചെയ്യുന്നത് ഒരു കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനാണ് വിത്ത് n ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ ഇത് നമ്മളൊരു കൈ സ്ക്വയർ റാൻഡം വേരിയബിൾ വിത്ത് n ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ഇനി ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ സിഗ്മ സ്ക്വയറിനുള്ള ഒരു കോൺഫിഡൻസ് ഇൻ്റർവെൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൈ സ്ക്വയർ ടേബിൾ റെഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 ടേബിൾ വാല്യൂസ് കണ്ടുപിടിക്കാം. ഒന്നിന് നമുക്ക് കൈ സ്ക്വയർ 1 മൈനസ് ആൽഫ ബൈ 2 എന്ന് വിളിക്കാം. മറ്റൊന്ന് കൈ സ്ക്വയർ ആൽഫ ബൈ 2 എന്ന് പറഞ്ഞ 2 ടേബിൾ വാല്യൂസ് കണ്ടുപിടിക്കാം. സച്ച് ദാറ്റ് പ്രോബബിലിറ്റി ദാറ്റ് കൈ സ്ക്വയർ 1 മൈനസ് ആൽഫ ബൈ 2 less than or equal to chi square less than or equal to chi square alpha by 2 is equal to 1 minus alpha. ഈ പ്രോബബിലിറ്റി 1 മൈനസ് ആൽഫ ആവുന്ന രീതിയിൽ നമുക്ക് 2 കൈ സ്ക്വയർ വാല്യൂസ് ടേബിൾ വാല്യൂസ് കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ കൈ സ്ക്വയർ 1 മൈനസ് ആൽഫ ബൈ 2 കണ്ടുപിടിക്കുന്നത് ടേബിളിൽ പ്രോബബിലിറ്റി 1 മൈനസ് ആൽഫ ബൈ 2വിലും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നും നോക്കിയിട്ട് കിട്ടുന്ന ഒരു ടേബിൾ വാല്യൂ ആണ് കൈ സ്ക്വയർ 1 മൈനസ് ആൽഫ ബൈ 2. അതേപോലെ നമുക്ക് കൈ സ്ക്വയർ ആൽഫ ബൈ 2 എന്ന് പറയുന്ന ടേബിൾ വാല്യൂ നമുക്ക് കൈ സ്ക്വയർ ടേബിൾസിൽ ആൽഫ ബൈ 2 എന്ന് പറയുന്ന പ്രോബബിലിറ്റിയും n ഡിഗ്രി ഓഫ് ഫ്രീഡവും വെച്ച് കിട്ടുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ രീതിയിൽ ഒരു പ്രോബബിലിറ്റി നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ പ്രോബബിലിറ്റി എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കൈ സ്ക്വയർ റാൻഡം വേരിയബിൾ നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ. അത് നമ്മളിവിടെ എഴുതാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. പ്രോബബിലിറ്റി ഓഫ് കൈ സ്ക്വയർ 1 മൈനസ് ആൽഫ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മളെ കൈ സ്ക്വയർ റാൻഡം വേരിയബിൾ സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n എക്സ് ഐ മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൈ സ്ക്വയർ ആൽഫ ബൈ 2 ദറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഇനി നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സിഗ്മ സ്ക്വയറിനുള്ളൊരു കോൺഫിഡൻസ് ഇൻ്റർവെൽ കണ്ടുപിടിക്കുക. അപ്പം സിഗ്മ സ്ക്വയറിനുള്ളൊരു കോൺഫിഡൻസ് ഇൻ്റർവെൽ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എഴുതാം. T1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു T2
ഇസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ എന്ന രീതിയിൽ നമ്മളൊരു പ്രോബബിലിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം T1, T2 ഇസ് ദി 1 മൈനസ് ആൽഫ ഇൻറ്റു 100% കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ സിഗ്മ സ്ക്വയർ എന്ന് പറയും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തേണ്ടത്. അതായത് ഇവിടെ മിഡിലായിട്ട് സിഗ്മ സ്ക്വയർ മാത്രമാണ് വരേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഇപ്പോൾ ഇവിടെ മിഡിൽ സിഗ്മ സ്ക്വയർ ന്യൂമറേറ്ററിലല്ല വന്നിരിക്കുന്നത്, ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ അത് ന്യൂമറേറ്ററിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെയൊക്കെ റെസിപ്രോക്കൽ എടുക്കാൻ പോകും. അപ്പോൾ നമ്മൾ റെസിപ്രോക്കൽസ് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ടേക്കിംഗ് ദ റെസിപ്രോക്കൽ എടുക്കുമ്പം എല്ലാത്തിൻ്റെയും റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ദാറ്റ് ഇവിടെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1 ഡിവൈഡഡ് ബൈ കൈ സ്ക്വയർ 1 മൈനസ് ആൽഫ ബൈ 2. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ വരുന്ന മറ്റൊരു വ്യത്യാസം, നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് എന്തായി മാറും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതായി മാറും. അപ്പോൾ ഇവിടെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1 ബൈ കൈ സ്ക്വയർ ആൽഫ ബൈ 2 എന്ന് വന്നു. ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. ഇപ്പോഴും ഇവിടെ സിഗ്മ സ്ക്വയർ ഒറ്റയ്ക്കല്ല, ഇവിടെ സിഗ്മ സ്ക്വയറിൻ്റെ ഡിനോമിനേറ്ററിൽ സമ്മേഷൻ xi മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ സമ്മേഷൻ xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. അതാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ സമ്മേഷൻ xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. അതുകൊണ്ട് എല്ലാവരെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് പ്രോബബിലിറ്റി ദാറ്റ് സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടെ കൈ സ്ക്വയർ 1 മൈനസ് ആൽഫ ബൈ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലേ. ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ ടേമിന് ഈ സമ്മേഷൻ xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് ക്യാൻസലായി പോയിട്ട് ഇവിടെ സിഗ്മ സ്ക്വയർ മാത്രമേ ബാക്കിയുണ്ടാവും. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അടുത്ത ടേമിൽ സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ കൈ സ്ക്വയർ ആൽഫ ബൈ 2 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, 1 മൈനസ് ആൽഫ എന്ന് പറയും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എഴുതി അല്ലേ. പക്ഷേ ഇപ്പോഴും ഇവിടെ ഇപ്പം നമുക്ക് വേണ്ടത് T1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു T2 എന്നുള്ള ഫോമിലാണ് വേണ്ടത്. അപ്പോൾ നമ്മളിതിനെ മറച്ചിട്ടിടുകയാണ്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ദാറ്റ് സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ കൈ സ്ക്വയർ ആൽഫ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ കൈ സ്ക്വയർ 1 മൈനസ് ആൽഫ ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ എന്ന് എഴുതി. അപ്പോൾ നോക്കുമ്പം ഇവിടെ ഇത് പ്രോബബിലിറ്റി ദാറ്റ് T1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു T2 എന്നുള്ള ഫോമിലാണ് കിട്ടിയിരിക്കുന്നത്. അതായത് T1ൻ്റെ സ്ഥാനത്ത് ഈ ടേമും സമ്മേഷൻ xi മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ബൈ കൈ സ്ക്വയർ ആൽഫ ബൈ 2ഉം T2ൻ്റെ സ്ഥാനത്ത് സമ്മേഷൻ xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ കൈ സ്ക്വയർ 1 മൈനസ് ആൽഫ ബൈ 2 എന്ന് പറയുന്ന ടേമുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ദെർഫോർ വി ക്യാൻ സേ 100 ഇൻറ്റു 1 മൈനസ് ആൽഫ പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ സിഗ്മ സ്ക്വയർ ഇസ് നമ്മൾ T1, T2 എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് എന്താ വന്നിരിക്കുന്നത്, സമ്മേഷൻ xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ കൈ സ്ക്വയർ ആൽഫ ബൈ 2 ഐ ഇസ് ഈക്വൽ ടു 1 to കോമ സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ കൈ സ്ക്വയർ 1 മൈനസ് ആൽഫ ബൈ 2. അപ്പോൾ ഇതാണ് നമ്മളുടെ റിക്വയർഡ് ആയിട്ടുള്ള കോൺഫിഡൻസ് ഇൻ്റർവെൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ കോയിൻ ടോസിംഗ് എക്സ്പെരിമെൻറ്റ് ലെറ്റ് P be the probability of getting a head. A coin is tossed 12 times to test the hypothesis H0 P is equal to 0.5 against the alternative H1 P is equal to 0.7, where P is the probability of getting a head when the coin is tossed. Reject H0 if more than head
8 heads tossed out of 12 tosses. Find the significance level and power of the test. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഒരു കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിന് ഒരു കോയിനെ ഒരു 12 ടൈംസ് ടോസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു കോയിൻ ടോസിങ് എക്സ്പെരിമെൻ്റ് ആണുള്ളത്. കോയിൻ ടോസിങ് എക്സ്പെരിമെൻ്റ് ആണ് നമുക്കിവിടെ ഉള്ളത്. ആ കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിൻ്റെ എത്ര റിപ്പീറ്റേഷൻസാണ് വന്നിരിക്കുന്നത്? 12 റിപ്പീറ്റേഷൻസ് ആണ് വന്നിരിക്കുന്നത് അല്ലേ. റിപ്പീറ്റേഷൻസ് ഓഫ് ദി കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കോയിൻ ടോസിങ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ ബെർണോളി ട്രയൽ. ഒരു ബെർണോളി ട്രയലിനെ നമ്മൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തത്? 12 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സക്സസസ്, അപ്പോൾ ഈ കേസിൽ നമുക്ക് പറയാം നമ്പർ ഓഫ് ഹെഡ്സ്. നമ്പർ ഓഫ് ഹെഡ്സ് എക്സ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ഹെഡ്സ് വിൽ ഫോളോ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അതൊരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുക വിത്ത് n is equal to 12 ആൻഡ് പ്രോബബിലിറ്റി ഓഫ് സക്സസ് പി. ഇവിടെ പി എന്ന് പറയുന്നത് H0 ട്രൂ ആവുമ്പോൾ 0.5ഉം H1 ട്രൂ ആവുമ്പോൾ 0.7 എന്നും എടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ഹെഡ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അറിയാം എന്താണ് ബൈനോമിയൽ ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ PMF നമുക്ക് എഴുതാം എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഇസ് പ്രോബബിലിറ്റി ദാറ്റ് അവർ റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ്. അതിനുള്ള പ്രോബബിലിറ്റിയാണ് എഫ് ഓഫ് എക്സ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 12CX NCX എന്നുള്ള ഫോമിലാണ്. P റേസ് ടു എക്സ് Q റേസ് ടു Q ഇസ് 1 മൈനസ് P റേസ് ടു 12 മൈനസ് എക്സ്. എക്സ് എടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3 അപ് ടു 12. ഇതാണ് നമ്മളുടെ നമ്പർ ഓഫ് ഹെഡ്സിൻ്റെ PMF നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് H0 ട്രൂ ആവുമ്പോൾ, വെൻ H0 ഇസ് ട്രൂ, H0 ട്രൂ ആവുമ്പോൾ നമ്മളെ എഫ് ഓഫ് എക്സ്, H0 ഇസ് ട്രൂ, അവർ എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു H0 ട്രൂ ആകുമ്പോൾ നമുക്ക് അറിയുന്നത് പിയുടെ വാല്യൂ 0.5 ആണ് എന്നാണ്. അപ്പോൾ P 0.5 ആണെങ്കിൽ Q എന്ത് തന്നെയായിരിക്കും? 0.5 ആയിരിക്കും. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് വെൻ H0 ഇസ് ട്രൂ അല്ലേ. അപ്പോൾ അതെന്താണെന്നും കൂടി നമുക്ക് നോട്ട് ചെയ്യാം. ദറ്റ് ഈസ് 12CX. P എന്ന് പറഞ്ഞാൽ 0.5. 0.5 റേസ് ടു എക്സ് ആൻഡ് 0.5 റേസ് ടു 12 മൈനസ് എക്സ്. എക്സ് എടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3 എക്സെട്ര 12. ഇനി ഇതേപോലെ H1 ട്രൂ ആണെങ്കിൽ, H1 ട്രൂ ആണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പിയുടെ വാല്യൂ 0.7 എന്നാണ്. P 0.7 എന്ന് പറഞ്ഞാൽ Q വിൽ ബി 1 മൈനസ് 0.7 ദാറ്റ് ഇസ് 0.3. അങ്ങനെയാണെങ്കിൽ നമ്മളെ PMF വെൻ H1 ഇസ് ട്രൂ, H1 ട്രൂ ആവുമ്പോഴുള്ള PMF എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 12CX. പിയുടെ സ്ഥാനത്ത് 0.7 ആണ്. 0.7 റേസ് ടു എക്സ്. ക്യൂവിൻ്റെ സ്ഥാനത്ത് 0.3 ആണ്. 0.3 റേസ് ടു 12 മൈനസ് എക്സ് എന്നാണ് വരിക. എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2, 3 അപ് ടു 12. അപ്പോൾ ഈ രണ്ട് PMFകളാണ് H0 ട്രൂ ആവുമ്പോഴും ആൻഡ് H1 ട്രൂ ആവുമ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലേ. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും പവർ ഓഫ് ദ ടെസ്റ്റുമാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് H0 നമ്മൾ എപ്പോഴാണ് റിജക്റ്റ് ചെയ്യുക? മോർ ദാൻ 8 ഹെഡ്സ് കിട്ടിയാലാണ്. 12 ടോസസിൽ ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഹെഡ്സിൻ്റെ എണ്ണം എക്സസ് ഗ്രേറ്റർ ദാൻ 8 ആവുമ്പോഴാണ് നമ്മൾ H0 റിജക്റ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പം നമുക്കത് ഉപയോഗിച്ചിട്ട് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും പവർ ഓഫ് ദ ടെസ്റ്റും നമുക്ക് കണ്ടുപിടിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് കാണുന്നത്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമുക്ക് കാണാം. ദറ്റ് ഈസ് ആൽഫ. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് H0 വെൻ H0 ഇസ് ട്രൂ. ഇതാണ് നമ്മൾ ആൽഫേനെ എഴുതുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴാണ് H0 റിജക്റ്റ് ചെയ്യുന്നത്? വെൻ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 8 ആൻഡ് വെൻ H0 ഇസ് ട്രൂ. H0 ട്രൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പിയുടെ വാല്യൂ ഏതെടുക്കണം? 0.5 എന്നെടുക്കണം അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 8 എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവാം? എക്സിൻ്റെ വാല്യൂ 9 ആവാം, ഓർ ഇപ്പോൾ നമ്മൾ പ്ലസ് ഇടും എക്സിൻ്റെ വാല്യൂ 10 ആവാം, പ്ലസ് എക്സിൻ്റെ വാല്യൂ 11 ആവാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രോബബിലിറ്റീസിനെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു
12, provided P should be taken as 0.5. H not true ആവുമ്പോൾ P 0.5 എന്ന് എടുക്കണം. അപ്പോൾ that is equal to, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, x is equal to x, 12cx ആണ്, 0.5 raised to 9, 12c 9, 0.5 raised to 9, 0.5 raised to 12 minus 9, plus probability of x is equal to 10 എന്ന് പറഞ്ഞാൽ 12c 10, 0.5 raised to 10, 0.5 raised to 12 minus 10, plus probability of x is equal to 11 എന്ന് പറഞ്ഞാൽ 12c 11, 0.5 raised to 11, 0.5 raised to 12 minus 11, plus probability of x is equal to 12 എന്ന് പറഞ്ഞാൽ 12c 12, 0.5 raised to 12, then 0.5 raised to 12 minus 12, which is 0 അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ ദ വാല്യൂ ഈസ് ഈക്വൽ ടു 0.073. ഇതാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പവർ കണ്ടുപിടിക്കാം. പവർ എന്ന് പറഞ്ഞാൽ പവർ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് H0 when H1 is 2. Probability of rejecting H0 when H1 is 2 ആണ്. That is probability that H0 നെ റിജക്റ്റ് ചെയ്യുന്നത് when number of heads is greater than 8. Given ഇവിടെ P ആയിട്ട് എടുക്കേണ്ടത് 0.7 ആണ്. H1 true ആവുമ്പോൾ P is equal to 0.7. അപ്പോൾ ഇവിടെയും നമ്മൾ പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് x is equal to 9 വരുന്നു, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് x is equal to 10, പ്ലസ് probability of x is equal to 11, plus probability of x is equal to 12 എന്ന് വരുന്നുണ്ട്. that is equal to 12c9. ഇവിടെ p എന്ന് പറഞ്ഞാൽ 0.7, 0.7 raised to 9, 0.3 raised to 12 minus 9, plus probability of x is equal to 10 is 12c10, 0.7 raised to 10, 0.3 raised to 12 minus 10, plus probability of x is equal to 11 is 12c11, 0.7 raised to 11, 0.3 raised to 12 minus 11, plus probability of x is equal to 12 is 12c12, 0.7 raised to 12, 0.3 raised to 12 minus 12 എന്നാണ് വരുന്നത്. ആൻഡ് ഇവരെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 0.4925. ഇതാണ് പവർ ഓഫ് ദി ടെസ്റ്റ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ the large sample test of equality of proportions of two populations. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് പോപ്പുലേഷൻ പ്രപ്പോർഷൻസിൻ്റെ ഇക്വാളിറ്റിയാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഹിയർ വി ഹാവ് ടു ടെസ്റ്റ് H0 P1 minus P2 is equal to 0 against H1 P1 minus P2 not equal to 0, or H1 P1 minus P2 greater than 0, or H1 P1 minus P2 less than 0. അതായത് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസുകൾ ഒന്നില്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു 0 വരാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 വരുന്നതാവാം, അല്ലെങ്കിൽ ലെസ് ദാൻ 0 വരുന്നതാവാം. വേർ P1 and P2 are the population proportion of success of first and second populations respectively. Then fix the level of significance alpha. The test statistic is given by Z is equal to P1 dash minus P2 dash divided by root of P star Q star into 1 by N1 plus 1 by N2 follows N01, where P star is equal to N1 P1 dash plus N2 P2 dash divided by N1 plus N2, and Q star is equal to 1 minus P star. And P1 dash and P2 dash are the sample proportions of the samples taken from first and second populations respectively. ഇനി നമ്മൾ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ for alpha is equal to 0.05, the best critical region is given by
modulus of Z greater than or equal to 1.96 for the two-tailed alternative. അതായത് if H1 is P1 minus P2 not equal to 0 ആവുമ്പോൾ ആണ് ഈ മോഡുലസ് വരുന്ന ക്രിട്ടിക്കൽ റീജിയൻ. അപ്പോൾ Z will be greater than 1.645 for H1 P1 minus P2 greater than 0, and Z will be less than minus 1.645 for H1 we have P1 minus P2 less than 0. വൺ ടൈൽഡ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ റീജൻസ് ആണ് ഇത് വരുന്നത്. വൺ ടൈൽഡ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സിന് വരുന്ന ക്രിട്ടിക്കൽ റീജൻ ആണ്. അതേപോലെ ആൽഫ 0.02 ആവുമ്പോൾ ടു ടൈൽഡിന് വരുന്ന നമ്പർ 2.326ഉം വൺ ടൈൽഡിന് വരുന്ന നമ്പേഴ്സ് 2.055 ആണ്. അതുമാതിരി ആൽഫ 0.01 വരുമ്പോൾ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജനിൽ ടു ടൈൽഡിന് വരുന്ന നമ്പർ 2.58ഉം വൺ ടൈൽസിന് വരുന്ന നമ്പർ 2.326ഉം ആയിരിക്കും. Compute the value of the test statistic, and if it lies in the critical region, reject H0, otherwise accept it. ഇനി അടുത്തത് explain Mann-Whitney U-test. Mann-Whitney U-test is a non-parametric test to test whether the two populations follows identical distributions. If it is a non-parametric version of the parametric test of testing the equality of two population means. നമുക്ക് അതിൻ്റെ ടെസ്റ്റ് പ്രൊസീജിയർ നോക്കാം. Here we have to test the null hypothesis H0. The two populations follow identical distribution. Against the alternative H1, the two populations do not follow identical distribution. നമ്മൾ ചെയ്യേണ്ടത് combine the observations of the two samples and arrange them in ascending order. Assign ranks to the combined sample from smallest to the largest values. Find the sum of the ranks of the first sample, say S1, and sum of the ranks of the second sample, say S2. Compute U1 is equal to N1 into N2 plus N1 into N1 plus 1 by 2 minus S1, and U2 is equal to N1 N2 plus N2 into N2 plus 1 by 2 minus S2. The smaller of U1 and U2 is taken as the statistic U. The test statistic is Z is equal to U minus mu U divided by sigma U, which follows N01, where mean mu U is equal to N1 N2 by 2 and standard deviation sigma U is equal to root of N1 N2 into N1 plus N2 plus 1 divided by 12. The best critical region BCR is given by modulus of Z greater than or equal to Z alpha. Calculate the value of Z, and if it lies in the critical region, reject H0, otherwise accept it. Next question. Explain the causes of variation in quality of a product. The variations in the quality of a manufactured product can be classified as being due to two causes, namely chance causes and assignable causes. Chance causes are the causes of variations in the quality which are beyond human control and cannot be prevented or eliminated under any circumstances. Such variations are usually termed as allowable variations. The range of such variations is known as natural tolerance limits of the process. Assignable causes are causes of variations which can be prevented and controlled. The variations due to assignable causes are termed as preventable variations. Some of the important factors of assignable causes are substandard or defective raw material, negligence of the operators, wrong or improper handling of the machines, faulty equipment, etc. Next question. Write a short note on NP chart. NP chart is also called the control chart of number of defectives. For constructing a NP chart, we draw multiple samples, say M samples of size n, from the output of the processes and note the number of defectives in each sample, say D1, D2, etc. dm.
Now average of the number of defectives np bar is equal to d1 plus d2 etc. plus dm divided by m, and p bar is equal to np bar divided by n. For a np chart, central line CL is equal to np bar. Lower control limit LCL is equal to np bar minus 3 into root of np bar q bar. Upper control limit UCL is equal to np bar plus 3 into root of np bar q bar, where q bar is equal to 1 minus p bar. A NP chart is constructed by taking sample numbers along the x-axis and number of defectives along y-axis. Horizontal lines corresponding to CL, LCL and UCL are drawn on the graph. Then the number of defectives are plotted against the corresponding sample numbers. The process is said to be under statistical control if all the plotted points lie between the control limits LCL and UCL. If any of the plotted points lies outside the control limits, then the process is said to be out of control. അപ്പോൾ ഒരു എൻ പി ചാർട്ട് വരയ്ക്കണമെങ്കിൽ നമ്മൾ എക്സ് ആക്സസിൽ സാമ്പിൾ നമ്പേഴ്സാണ് മാർക്ക് ചെയ്യുന്നത് ആൻഡ് വൈ ആക്സസിൽ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സും. അതിനുശേഷം എൽ സി എൽ സി എൽ ആൻഡ് യു സി എൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ ലൈനുകൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അവരെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലൈനുകൾ വരയ്ക്കുന്നു. എന്നിട്ട് ഓരോ സാമ്പിൾ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടും നമ്മൾ പോയിന്റുകൾ പ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിഫക്റ്റീവുകളുടെ എണ്ണം നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോയിന്റുകൾ പ്ലോട്ട് ചെയ്യുമ്പോൾ എല്ലാ പോയിന്റുകളും നമ്മൾ എൽ സി എല്ലിൻ്റെയും യു സി എല്ലിൻ്റെയും ഇടയിലാണ് വരുന്നതെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ പ്രോസസ് ഈസ് വിത്തിൻ കൺട്രോൾ. എന്നാൽ ഏതെങ്കിലും പോയിന്റുകൾ ഇപ്പം ഈ എൽ സി എല്ലിൻ്റെ താഴെയായിട്ടോ അല്ലെങ്കിൽ യു സി എല്ലിൻ്റെ മുകളിലൊക്കെ ആയിട്ട് വരികയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം ദ പ്രോസസ് ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ.